ഇപ്പോൾ കളർക്കോട് അപകടത്തിൽ പാലക്കാട് ശേഖരീപുരത്ത് ശ്രീദീപ് വത്സന്റെ മൃതദേഹം പാലക്കാട് വീട്ടിലേക്ക് എത്തിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അകാലത്തിൽ പൊലിഞ്ഞുപോയൊരു ഡോക്ടർ, ഒരുപക്ഷെ 5 വർഷം കഴിഞ്ഞ് ആതുര സേവന രംഗത്ത് ഒരു മികച്ച ഡോക്ടർ എന്ന നിലയിൽ വളർന്നു വരേണ്ട ഒരു വ്യക്തി, നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, പഠനത്തോടൊപ്പം തന്നെ കായിക മേഖലയിലുമൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീദീപ് വത്സൻ ഇപ്പോൾ ചേതനയറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീദീപിൻ്റെ വിയോഗം ബന്ധുക്കൾക്കും അവിടെയുള്ള സുഹൃത്തുക്കൾക്കും ഒന്നും താങ്ങാൻ കഴിയുന്നില്ല. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ആളുകൾ, കൂടെയുള്ള സഹപാഠികളുടെ അടക്കം മാനസികാവസ്ഥ ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മരിച്ച 5 പേരും സഹപാഠികളായിരുന്നു. അവർ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതേ മികച്ച രീതിയിൽ, നല്ല രീതിയിൽ മാർക്ക് വാങ്ങി എൻട്രൻസ് എഴുതി മാർക്ക് വാങ്ങി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കാനെത്തിയവരായിരുന്നു അവർ. പക്ഷേ അവർ ഈ മെഡിക്കൽ പഠനത്തിൻ്റെ ചില വിരസത മാറ്റാനായി ഒരു തിരക്കുള്ള ദിവസം സിനിമ കാണാനായി പുറത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ ആ രാത്രി അവരുടെ അവസാന രാത്രിയാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ചേതനയേറ്റ ശരീരം, ശ്രീദീപ് വത്സൻ്റെ ചേതനയേറ്റ ശരീരം ഇതാ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, ചേതനേറ്റ ശരീരം, ശ്രീദീപ് വത്സൻ്റെ ശരീരം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മാതാപിതാക്കളുടെ അവസ്ഥ, സഹപാഠികളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരേത് തരത്തിൽ ആശ്വസിപ്പിക്കണമെന്നുള്ളത് നമുക്കറിയില്ല എങ്ങനെയാണ്. കാരണം പ്രതീക്ഷയായിരുന്നു ആ നാടിൻ്റെയും ഒപ്പം വീടിൻ്റെയും. ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇന്നലെ രാത്രി കൂടി ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പാലക്കാട് ബിന്ദുവിന്റെയും വത്സന്റെയും ഏക ആശ്രയമായിരുന്നു ശ്രീദീപ്. ശ്രീദീപിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ശ്രീവിഹാർ വീട്ടിലേക്ക്, പാലക്കാട് ശേഖരീപുരത്തുള്ള ശ്രീവിഹാർ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വളരെ വികാര നിർഭരരായി തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വീട്ടിനുള്ളിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അമ്മയും അച്ഛനും അടക്കമുള്ള ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൃതദേഹം എത്തിയപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീദീപ് വത്സന്റെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ശേഖരീപുരത്തെ വീട്ടിലേക്കെത്തി. നിരവധി ആളുകളാണ് ശ്രീദീപിനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ അവിടെ തടിച്ചുകൂടിയത്. സുഹൃത്തുക്കളുണ്ട്, കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ ബന്ധുക്കൾ, നാട്ടിലുള്ള മറ്റാൾക്കാർ. നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീദീപ്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. പഠനത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചയാൾ. ഒപ്പം കായിക മത്സരങ്ങളിലുമൊക്കെ തന്നെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ, തുടരാം. വീട്ടിനുള്ളിലാണ് ഇപ്പോൾ ശ്രീദീപിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. അമ്മയും അച്ഛനും ഉള്ള ബന്ധുക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശ്രീദീപിന്റെ അവസാനമായി ഒരു നോക്ക് കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു നാട്ടുകാരുടെ ഒരു ജനങ്ങളൊക്കെ ശ്രീദീപിനെ അവസാനമായി കാണുവാൻ വേണ്ടി പാലക്കാട് ശേഖരീപുരത്തുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. സഹപാഠികൾ, അതായത് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ശ്രീദീപിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശേഖരീപുരത്തെ നാട്ടില് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീദീപ്. കാരണം കായിക മേഖലയിലടക്കം തിളങ്ങി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അതേപോലെ തന്നെ പഠനത്തിലും മികച്ച രീതിയിൽ പഠന നിലവാരം പുലർത്തിയിരുന്ന
വിദ്യാർത്ഥി കൂടിയാണ് ശ്രീദേവ്. കുട്ടിക്കാലം മുതൽ തന്നെ പഠനത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതേപോലെ തന്നെ കായിക മേഖലയിൽ ഹഡിൽസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മികച്ച വിദ്യാർത്ഥിയായിരുന്നു. പാലക്കാട് നിന്നും ആലപ്പുഴയിൽ MBBS പഠനത്തിനായി പോയതായിരുന്നു ശ്രീദീപ്. എൻട്രൻസ് പരീക്ഷ രണ്ടാം തവണയിൽ തന്നെ എൻട്രൻസ് കരസ്ഥമാക്കിയാണ് ശ്രീദീപ് MBBSന് ചേർന്നിട്ടുള്ളത്. അതിനാൽ തന്നെ മികച്ച രീതിയിൽ പഠനത്തിലടക്കം മുന്നേറിയ ശ്രീദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സഹപ്രവർത്തകരടക്കമുള്ള ഒരുമിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പാലക്കാട് ശ്രീവിഹാർ വീട്ടിലെത്തിയിരിക്കുന്നത്. ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കളർകോട് അപകടത്തിൽ പൊലിഞ്ഞുപോയ ശ്രീദീപ് വത്സന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്.